ചാപ്റ്റർ 13 ഗാന്ധാരി വിലാപം. മണിപ്രവാള ഭാഷയുടെയും പാട്ടുഭാഷയുടെയും സംസ്കരണത്തിലൂടെ മലയാള ഭാഷയ്ക്ക് തനതായ അടിത്തറയൊരുക്കിയ മഹാകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അതായത് കേരള ഭാഷയുടെ പരിണാമ ഘട്ടങ്ങൾ പരിശോധിച്ചാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മണിപ്രവാള ഭാഷയും പാട്ടുഭാഷയും രണ്ട് സരണികളിലായി ഒഴുകുന്നൊരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇവയുടെ സംസ്കരണത്തിലൂടെ മലയാള ഭാഷയ്ക്ക് ഒരു അടിത്തറ ഒരുക്കിയ കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 16-ാം നൂറ്റാണ്ടിൽ കേരളീയ സാമൂഹിക ജീവിതത്തിലുണ്ടായ അധപ്പതനവും വിദേശികളുടെ സ്വാധീനവും എല്ലാം കൂടി ഇന്നാട്ടിലെ സാംസ്കാരിക ജീവിതത്തെ താറുമാറാക്കിയിരുന്നു. ഭാരതത്തിലെ മറ്റു പ്രദേശങ്ങളിലും ഈ സ്ഥിതി ഉണ്ടായിരുന്നു. ഈ ദുരവസ്ഥയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ ഭാരതത്തിൽ രൂപം കൊണ്ട ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ശക്തനായ പ്രയോക്താവായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ. ഭക്തിപ്രസ്ഥാനത്തെ അതിൻ്റെ പാരമ്യത്തിലെത്തിക്കാനും കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഭാഷാ വ്യത്യാസങ്ങളെ അവഗണിച്ച് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഭാഷാ ശൈലി മെനഞ്ഞെടുക്കാനും കഴിഞ്ഞു എന്നിടത്താണ് എഴുത്തച്ഛൻ്റെ പ്രാധാന്യം. 16-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുന്നത് വൈദേശിക ആധിപത്യത്തിൻ്റെ കാലഘട്ടമാണ്. അന്യ മതങ്ങളും അന്യഭാഷകളും അന്യരുടെ സംസ്കാരവും ഒക്കെ കടന്നു കയറി നമ്മുടെ കേരള ഭാഷയും കേരളീയ സംസ്കാരവും ഒക്കെ അധപ്പതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മാത്രമല്ല മുസ്ലിം സമുദായത്തിലേക്കുള്ള മതപരിവർത്തനങ്ങൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോഴങ്ങനെയൊക്കെ സംഭവിക്കുന്നൊരു കാലഘട്ടമായിരുന്നത് കൊണ്ട് തന്നെ ഹൈന്ദവർക്കിടയിൽ മുസ്ലിങ്ങളിലേക്ക് പോകുന്ന എണ്ണമൊക്കെ കൂടിയപ്പോൾ ഭക്തി നിലനിർത്തുന്നതിനും ഹൈന്ദവരെ ഹൈന്ദവ മതത്തിൽ പിടിച്ചു നിർത്തുന്നതിനുമൊക്കെ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതായിട്ട് ഇവിടെ വരികയാണ്. അങ്ങനെയൊക്കെയാണ് ഈ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ആവിർഭാവം വരുന്നതൊക്കെ. അപ്പോൾ ഈ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവ് കൂടിയായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ. ഭക്തിപ്രസ്ഥാനത്തെ അതിൻ്റെ പാരമ്യത്തിൽ എത്തിക്കാനൊക്കെ, അതായത് പ്രധാനമായിട്ടും പറഞ്ഞാൽ അന്നോളം സംസ്കൃതത്തിൽ മാത്രം കേട്ടുകേൾവി ഉണ്ടായിരുന്ന കണ്ണശന്മാർ മണിപ്രവാള ഭാഷയിൽ കൊണ്ടുവന്നു എങ്കിലും അത്ര പോപ്പുലർ ആയിരുന്നില്ല എന്ന് പറയാം. അപ്പോൾ അന്നോളം സംസ്കൃത ഭാഷയിലൊക്കെ കൂടുതൽ കേട്ടുകേൾവി ഉണ്ടായിരുന്ന രാമകഥകളൊക്കെ മലയാള ഭാഷയിലേക്ക്, കേരള ഭാഷയിലേക്ക് കൊണ്ടുവന്നത് എഴുത്തച്ഛനാണ്. അതിനു മുമ്പ് കണ്ണശന്മാരുടെ ശ്രമത്തെ നമ്മൾ വിസ്മരിച്ചുകൂടാ. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ രാമകഥകൾ പാടിത്തുടങ്ങിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയതിനു ശേഷമാണ്. അതുകൊണ്ടൊക്കെ ആവണം കേരളത്തിൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, മലയാള ഭാഷയുടെ പിതാവ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കിളിയെക്കൊണ്ട് കഥ പറയിക്കുക എന്ന രീതിയാണ് എഴുത്തച്ഛൻ്റേത്. അതായത് ഭക്തി വിഷയ പ്രതിപാദനത്തിന് കിളിയെക്കൊണ്ട് കഥ പറയിപ്പിക്കുന്ന രീതി. അതുകൊണ്ട് കേരളത്തിലെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ എഴുത്തച്ഛൻ അറിയപ്പെടുന്നു. രാമായണം കൂടാതെ വേദവ്യാസൻ്റെ 1,20,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എന്ന സംസ്കൃത ഇതിഹാസത്തെ മലയാളത്തിൽ സ്വതന്ത്രമായി ആവിഷ്കരിച്ചതാണ് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ട്. രസഭാവാദികളിലും മറ്റും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മൂലകൃതിയിലെ അപ്രധാന ഭാഗങ്ങളെ സംക്ഷേപിച്ചും ചിലപ്പോൾ ഉപേക്ഷിച്ചും പ്രധാന ഭാഗങ്ങളെ കുറെ കൂടി പ്രകാശിപ്പിച്ചും എഴുത്തച്ഛൻ രചിച്ച മഹാഭാരതം കിളിപ്പാട്ട് അദ്ദേഹത്തിൻ്റെ കവിത്വ സിദ്ധിക്ക് നിദർശനമാണ്. മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീപർവത്തിൽ നിന്നും എടുത്തു ചേർത്തിട്ടുള്ളതാണ് ഗാന്ധാരി വിലാപം എന്ന പാഠം. കുരുക്ഷേത്ര യുദ്ധാനന്തരം യുദ്ധഭൂമി സന്ദർശിച്ച ഗാന്ധാരി യുദ്ധക്കെടുതികൾ കണ്ട് വേദനയും പ്രതിഷേധവും നിറഞ്ഞ ഹൃദയത്തോടെ ശ്രീകൃഷ്ണനോട് പ്രതികരിക്കുന്നതാണ് പാഠസന്ദർഭം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഗാന്ധാരി വിലാപം എന്ന പാഠമാണ്. ഗാന്ധാരി വിലാപം മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ ഒരു ഭാഗമാണ്. അതായത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം തൻ്റെ മക്കളും ബന്ധുമിത്രാദികളുമൊക്കെ യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന കാഴ്ച, അന്നാൾ വരെ അവരുടെ മുഖം നേരിട്ട് കാണാൻ പോലും സാധിക്കാത്ത ഒരമ്മ കാണുമ്പോഴുണ്ടാവുന്ന വികാരം കൂടിയാണ് ഗാന്ധാരി വിലാപത്തിൽ പറയുന്നത്. ഗാന്ധാരി ഭർത്താവായ ധൃതരാഷ്ട്രർക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് അന്ധ അല്ലാഞ്ഞിട്ടുകൂടി സ്വയം കണ്ണുമൂടി കെട്ടി ഭർത്താവിനോടൊപ്പം പാതിവ്രത്യം ആചരിച്ച സ്ത്രീയാണ്. അപ്പോൾ അവർക്കുണ്ടായ കുഞ്ഞുങ്ങളെ ഒന്നും
അവരുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അവരാദ്യം അത് കാണുന്നത് യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന മുഖങ്ങളിലാണ്. അപ്പോൾ അത്രയും വികാര പരവേശത്തോടു കൂടിയിട്ടാണ്, അത്രയും ദുഃഖത്തോടു കൂടിയിട്ടാണ് അവർ ആ മൃതദേഹങ്ങൾ കാണുന്നതും ഇതിനൊക്കെ കാരണക്കാരനായിട്ട് ശ്രീകൃഷ്ണനെ കണക്കാക്കുന്നതും ശ്രീകൃഷ്ണൻ ഈ യുദ്ധം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുകയും ശ്രീകൃഷ്ണനെ ഒടുവിൽ ശപിക്കുക കൂടി ചെയ്യുന്നുണ്ട്. കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ചു കിടക്കുന്ന പുത്രന്മാരെയും ബന്ധുമിത്രാദികളെയും കണ്ട് ഓരോന്ന് പറഞ്ഞ് ദീനം വിലപിക്കുന്ന ഗാന്ധാരിയുടെ ചിത്രം ഏതൊരു കഠിന ഹൃദയത്തെയും ആർദ്രമാക്കാൻ പോകുന്നതാണ്. പുത്രമരണത്താൽ മനം തകർന്ന ഒരമ്മയുടെ കഠിനമായ ദുഃഖത്തെ എഴുത്തച്ഛൻ ഓജസ്സും കാന്തിയുമാർന്ന ശൈലിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആമുഖം കഴിഞ്ഞു. ഈ ഒരു അധ്യായം പഠിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ: 1. എഴുത്തച്ഛൻ്റെ കവിതയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. 2. കിളിപ്പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ച് അറിവ് നേടുക. 3. എഴുത്തച്ഛൻ്റെ കൃതികളെക്കുറിച്ചും കാവ്യശൈലിയെക്കുറിച്ചും എഴുത്തച്ഛൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചും അറിവ് നേടുക. ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയുക. കവിതാഭാഗങ്ങൾ വായിച്ച് സാമാന്യ ആശയം ഉൾക്കൊള്ളുന്നതിന് കഴിവ് നേടുക. കവിതാഭാഗങ്ങളിലെ താള വൈവിധ്യം കണ്ടെത്തുന്നതിന്, യുദ്ധം സൃഷ്ടിക്കുന്ന ഭീകരതയെക്കുറിച്ച് ധാരണ ജനിക്കുന്നതിന് ഒക്കെയാണ് ഈ ഒരു അധ്യായം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഗാന്ധാരി വിലാപം എന്ന കവിതയുടെ ഭാഗത്തേക്ക് പോകാം. കണ്ടീലയോ നീ മുകുന്ദ, ധരണിയിലുണ്ടായ മന്നരിൽ മുമ്പൻ ഭഗദത്തൻ തൻ കരിവീരൻ നരികെ ധനുസ്സുമായി സംഗ്രന്ഥനാത്മജനെയ്ത ശരത്തിനാൽ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ. ഇത്രയും വരികളുടെ അർത്ഥം നമുക്ക് ആദ്യം നോക്കാം. ഭാരതം കിളിപ്പാട്ടിലെ കരുണരസം നിറഞ്ഞ ഒരു സന്ദർഭമാണ് ഗാന്ധാരി വിലാപം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന പുത്രന്മാരെയും ബന്ധുമിത്രാദികളെയും കണ്ട് ഓരോന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഗാന്ധാരിയുടെ ചിത്രം ഏതൊരു കഠിന ഹൃദയത്തെയും ആർദ്രമാക്കുന്നതാണ്. കരുണരസത്തിൻ്റെ പോഷണത്തിനുചിതമായ വിധം ഓജസ്സും ഭംഗിയും ആർന്ന ശൈലിയിൽ എഴുത്തച്ഛൻ ഈ സന്ദർഭം ആവിഷ്കരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കവിത വായിക്കുമ്പോൾ ഇതിൽ കരുണരസമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നോർക്കുക. ഗാന്ധാരിയുടെ ചോദ്യങ്ങൾ കൃഷ്ണനെ വിചാരണ ചെയ്യുന്ന മട്ടിലാണ്. അപ്പോൾ മുകുന്ദ എന്ന് വിളിക്കുന്നത് കൃഷ്ണനെ തന്നെയാണ്. ഹേ കൃഷ്ണ, നീ കണ്ടില്ലേ ഈ ഭൂമിയിലുണ്ടായ രാജാക്കന്മാരിൽ പ്രധാനിയായ ഭഗദത്തൻ അർജുനനെയ്ത് അമ്പേറ്റ് തൻ്റെ കരിവീരൻ്റെ, അതായത് ആനയുടെ സമീപം വില്ലുമായി ഭൂമിയിൽ ചോര പുരണ്ടു കിടക്കുന്നത്. ഈ രംഗം ഗാന്ധാരിക്ക് സഹിക്കാനാവുന്നതായിരുന്നില്ല. ഇതിനെല്ലാം കാരണക്കാരനായ ശ്രീകൃഷ്ണനോട് കൗരവ മാതാവ്, അത് ഗാന്ധാരിയാണ് കേട്ടോ, തൻ്റെ സങ്കടം അറിയിക്കുന്നു. വിശിഷ്ടമായ മരതകക്കല്ലിന് തുല്യം മനോഹാരിതയുള്ള മംഗളസ്വരൂപനും കുമാരനുമായ അഭിമന്യു മരിച്ചു കിടക്കുന്നതാണ് ഗാന്ധാരി അടുത്തതായിട്ട് കാണുന്നത്. കീർത്തി കേട്ട അർജുനൻ്റെ പ്രിയപുത്രനും നിന്റെ മരുമകനുമല്ലേ അഭിമന്യു എന്ന് ചോദിച്ചിട്ടാണ് അഭിമന്യുവിൻ്റെ മരണത്തിൽ ഗാന്ധാരി ദുഃഖിതയാവുന്നത്. ആ ഭാഗം നമുക്ക് കവിതയിൽ നോക്കാം. നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലെഴും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലവീ വല്ലഭ നിന്റെ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്ക് രസമെടോ. ശ്രീകൃഷ്ണനോട് ഗാന്ധാരി ചോദിക്കുകയാണ്, അഭിമന്യു, നല്ല മരതകക്കല്ലിനോടൊത്ത കാന്തിയുള്ളവനായിട്ടുള്ള അഭിമന്യു ചൊല്ലെഴുന്ന അർജുനൻ്റെ തിരുമകൻ. അർജുനൻ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ശ്രീകൃഷ്ണൻ്റെ. മാത്രമല്ല ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയുടെ ഭർത്താവുമാണ്. അപ്പോൾ സുഭദ്രയുടെ മകൻ ശ്രീകൃഷ്ണന് മരുമകനാണ് അല്ലേ? അങ്ങനെയുള്ള ആ കുഞ്ഞിനെ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തേ? അതിനെ കൊല്ലിക്കാതിരുന്നൂടായിരുന്നോ? ഈ യുദ്ധത്തിൽ ശ്രീകൃഷ്ണനല്ലേ, ഭഗവാനല്ലേ? അപ്പോൾ സ്വന്തം അനന്തരവനായിട്ടുള്ള അഭിമന്യുവിന് പോലും അതിൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു സഹായവും ശ്രീകൃഷ്ണൻ ചെയ്തു കൊടുത്തില്ല. കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്ക് രസമെടോ. ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ, അതിനെ കൊല്ലാതെ രക്ഷിക്കാമായിരുന്നില്ലേ? നീ എന്തുകൊണ്ടത് ചെയ്തില്ല? നിനക്ക് കൊല്ലിക്കുന്നതാണ് രസം.
അല്ലലാകുന്നിതേ കണ്ടതോറും ഇനി കൊല്ലായിലും പൊളിയല്ലിതു ദൈവമേ. മന്ദസ്മിതം പൂണ്ടു സുന്ദരമാം മുഖം ഇന്ദീവരേക്ഷണ കണ്ടാൽ പൊറുക്കുമോ. അഭിമന്യുവിൻ്റെ ചിരിക്കുന്ന മുഖം ഓർത്താൽ, ഇപ്പോൾ ഈ മരിച്ചു കിടക്കുന്നതും കൂടി ഓർത്തു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ അത്? എത്രയും ബാലയായി മേവിനൊരുത്തര ചിത്തമുഴന്നലറുന്നതു കാണുക നീ. അഭിമന്യു വിവാഹം കഴിച്ച ഉത്തര, ബാലയായിട്ടുള്ള ഉത്തര, അധികം പ്രായമൊന്നുമില്ലല്ലോ. അപ്പോൾ ബാലയായിട്ടുള്ള ഉത്തര ഭർത്താവ് മരിച്ച് വിധവയായിപ്പോയി. അവൾ അഭിമന്യുവിൻ്റെ പക്കലിരുന്ന് കരയുന്നത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. സുന്ദരിയായ സുഭദ്രയും ഭൂമിയിൽ ക്രന്ഥനം ചെയ്തുരുളുന്നതു കാൺക നീ. അല്ലൽ പൂണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതിലില്ലയോ ഖേദം ചെറുതു നിൻ മാനസേ. അതുപോലെ നിൻ്റെ സഹോദരി മകൻ മരിച്ച ദുഃഖത്തിൽ അവൾ ഭൂമിയിൽ കിടന്ന് ഉരുണ്ട് കരയുകയാണ്. അത് കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? ഞങ്ങൾ ഇങ്ങനെ ദുഃഖത്തോടു കൂടിയിട്ട് ഈ സ്ത്രീകളൊക്കെ, ഉത്തര ആയിക്കോട്ടെ, സുഭദ്ര ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഗാന്ധാരി പറയാണ്, ഞങ്ങളിങ്ങനെ കരയുന്നത് കണ്ടിട്ട് ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണന് ഒന്നും തോന്നുന്നില്ല എന്നതിൽ ഗാന്ധാരിക്ക് അത്ഭുതം തോന്നുകയാണ്. നിനക്കൊന്നും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, കല്ലുകൊണ്ടോ മനം താവകമാകില കല്ലിനു മാർദ്രതയുണ്ടിതു കാണുമ്പോൾ എന്ന്. നിൻ്റെ മനസ്സ് കല്ലാണോ കൃഷ്ണ? കല്ലാണെങ്കിൽ കൂടി അതിന് ആർദ്രത ഉണ്ടാവും. അതുപോലും ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുവാൻ സാധിക്കുന്നത് എന്ന് ഗാന്ധാരി കൃഷ്ണനോട് ചോദിക്കുകയാണ്. അല്ലേ ഘടോൽക്കജനായ ഭീമാത്മജനല്ലോ കിടക്കുന്നതങ്ങതിനപ്പുറം. പിന്നെ ഗാന്ധാരി കാണുന്നത് ഭീമൻ്റെ മകൻ ഘടോൽക്കജനെയാണ്. നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരി പുക്കാൻ. ഘടോൽക്കജനെ മുഖാമുഖം നിന്ന് വധിക്കാൻ സാധിക്കില്ല. ആര് ഘടോൽക്കജൻ്റെ മുന്നിൽ നിൽക്കുന്നുവോ അവരുടെ ശക്തി ഘടോൽക്കജന് കിട്ടും. അതുകൊണ്ട് ഘടോൽക്കജനെ പിന്നിൽ നിന്നാണ് കൊന്നത്. പിന്നിൽ നിന്നെന്ന് പറയുമ്പോൾ കർണൻ്റെ കയ്യിലൊരു വേലുണ്ട്, അർജുനന് വേണ്ടി മാറ്റി വെച്ചതാണ്. അത് തൻ്റെ കൂട്ടത്തിലുള്ളവർ അപകടത്തിലായപ്പോൾ കർണൻ ഘടോൽക്കജൻ്റെ പിന്നിൽ നിന്ന് പ്രയോഗിച്ച് ഘടോൽക്കജനെ കൊന്നു. അങ്ങനെ ഘടോൽക്കജൻ കിടക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരി പുക്കാൻ. ഭീമന് ഹിഡുംബി എന്ന രാക്ഷസ സ്ത്രീയിലുണ്ടായ പുത്രനാണ് ഘടോൽക്കജൻ. അപ്പോൾ രാക്ഷസഭാവം ആ ഒരു രൂപമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചിട്ടാണ് ഘടോൽക്കജൻ മരിച്ചത്. കണ്ഠം മുറിഞ്ഞു ജയദ്രഥൻ തന്നുടൽ കണ്ടാലും അർജുന നെയ്ത ശരത്തിനാൽ എൻ മകൾ ദുശ്ശള കേഴുന്നതോർത്തുള്ളിൽ എൻ മനം വെന്തുരുകുന്നു ശിവശിവ. പിന്നെ കാണുന്നത് തൻ്റെ മരുമകനെയാണ്. 100 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് ഗാന്ധാരിക്കുണ്ടായിരുന്നത്. ആ പെൺകുട്ടിയുടെ പേര് ദുശ്ശള എന്നാണ്. അവളെ വിവാഹം കഴിച്ചു കൊടുത്തത് ജയദ്രഥനാണ്. ഈ ജയദ്രഥൻ അവിടെ മരിച്ചു കിടപ്പുണ്ട്. കഴുത്ത് മുറിഞ്ഞിട്ടാണ് ജയദ്രഥൻ കിടക്കുന്നത്. അർജുനനാണ് ജയദ്രഥൻ്റെ കഴുത്ത് നോക്കി അമ്പെയ്ത് ജയദ്രഥൻ്റെ കഴുത്ത് മുറിച്ചത്. അപ്പോൾ ഗാന്ധാരിയുടെ മകളായ ദുശ്ശള ഭർത്താവിൻ്റെ പക്കൽ, അജടത്തിൻ്റെ പക്കൽ ഇരുന്ന് കരയുകയാണ്. അത് കണ്ടിട്ട് ഗാന്ധാരിക്ക് സഹിക്കുന്നില്ല. മകൾ വിധവയായി അല്ലേ, മകളുടെ ഭർത്താവ് കഴുത്തു മുറിഞ്ഞ് കിടക്കുന്നു. ആ കാഴ്ച കണ്ടിട്ട് ആർക്ക് സഹിക്കുന്നില്ല? ഗാന്ധാരിക്ക് സഹിക്കുന്നില്ല. ശിവശിവ എന്ന് അവരുടെ മനസ്സ് ഉരുകുകയാണ്. അടുത്തത്, ദ്രോണരെ സംസ്കരിച്ചൊരു നിലമത കാണായതാരണനായതല്ലയോ ദൃഷ്ടതയുള്ള ദൃഷ്ടത്യുമ്നൻ ഏറ്റവും ശിഷ്ടനായൊരു ഗുരുവിനെ കൊല്ലുവാൻ മറ്റൊരുത്തന്നു തോന്നിയിടുമോ മാനസേ മുറ്റും അവനൊഴിഞ്ഞോർക്കിൽ മഹാമതേ. പിന്നെ കാണുന്നത് അവരുടെ ഗുരുവായ കൗരവരുടെ ഗുരുവായ ദ്രോണര് മരിച്ചു കിടന്ന ആ സ്ഥലത്ത് ദ്രോണരെ ദഹിപ്പിച്ച ഭാഗത്താണ് ഗാന്ധാരി ചെല്ലുന്നത്. ദ്രോണരെ സംസ്കരിച്ച നിലം മാത്രമാണ് കാണുന്നത്. ആ ദ്രോണർ മരിച്ചു കിടന്നിടത്ത് തന്നെ ദഹിപ്പിച്ചു. കാരണം ഈ ബ്രാഹ്മണന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് തന്നെ ദഹിപ്പിക്കണം എന്നുണ്ട്.
അപ്പോൾ ആ ഒരു ചടങ്ങിൻ പ്രകാരം ദ്രോണരെ സംസ്കരിച്ച നിലം മാത്രമാണ് കാണുന്നത്. ദ്രോണരെ വധിച്ചത് ദൃഷ്ടദ്യുമ്നനാണ്. അപ്പോൾ ഓർക്കാണ്, ഗുരുവിനെയൊക്കെ കൊല്ലാനും മാത്രം എങ്ങനെ തോന്നി? അത് ഉറപ്പായിട്ടും ഈ ദൃഷ്ടദ്യുമ്നന് മാത്രമേ തോന്നുള്ളൂ എന്ന് പറയാണ്. വേറെ ആർക്കും അത് തോന്നില്ല അത്രേ. അയ്യോ പുനരതിന്നങ്ങേ പുറത്തതാ മെയ്യഴകുള്ള ദുശാസനൻ മകൻ, നീ എന്തിവണ്ണമെൻ മാധവ കാട്ടുവാൻ തീയതു കത്തുന്നിതെന്നുള്ളിൽ ഈശ്വര. പിന്നെ കാണുന്നത് ദുശാസനൻ മരിച്ചു കിടക്കുന്നതാണ്. അത്രയ്ക്ക് മെയ്യഴകുള്ള ദുശാസനൻ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് മാധവ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്? ഈ യുദ്ധത്തിന് ഇങ്ങനെ കൂട്ടുനിന്നു കൊടുത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ നെഞ്ചിൽ തീയാണ് കത്തുന്നത്. മാരുതി കീറിപ്പിളർന്നു കുടിച്ചൊരു മാറിടം കണ്ടാൽ പൊറുക്കുമോ പൈതലേ, മാറുമോ കണ്ണുനീരിന്നെനിക്കുണ്ടായതാറുമോ ശോകമെൻ മാനസേ ഗോപതേ. ദുശാസനൻ്റെ കിടപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഭീമനെയാണ് മാരുതി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. വായുവിൻ്റെ പുത്രനാണ് ഭീമൻ. മാരുതി ആയിട്ടുള്ള ഭീമൻ ദുശാസനൻ്റെ മാറു പിളർന്നു. പണ്ട് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തത് ദുശാസനനാണ്. പാഞ്ചാലിയെ പാണ്ഡവന്മാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഭീമനാണ്. ഭീമൻ ആ പക തീർക്കുകയാണ് ചെയ്തത്. ദുശാസനൻ്റെ മാറു പിളർന്നു. ആ ചോര പാഞ്ചാലിയുടെ തലമുടിയിൽ തേച്ച് പാഞ്ചാലിയുടെ തലമുടി കെട്ടിവെക്കാൻ ആ മാറിടത്തിലെ ചോര കൊടുത്തവനാണ് ഭീമൻ. ഇനി അടുത്തത് ദുര്യോധനനാണ്. എൻ്റെ മകൻ ദുര്യോധനൻ തൻ മകൻ തൻ്റെ ശരീരമതല്ലോ ദയാനിധേ. പിന്നെ കാണുന്നത് ദുര്യോധനൻ്റെ ശരീരമാണ്. ലക്ഷണമുള്ളൊരു പൈതലാം എന്നുടെ ലക്ഷ്മണ നീയും ചതിച്ചിതോ ഞങ്ങളെ. പിന്നെ ലക്ഷ്മണനെ കണ്ണുകൊണ്ടിങ്ങനെ കാണേണമെന്നതും ഉണ്ണികളെ എനിക്കെന്തിതു തോന്നുവാൻ, കർണനാമംഗനരാധിപൻ എന്നുടെ ഉണ്ണികൾ കേട്ടം പ്രധാനനായുള്ളവൻ. കൗരവരുടെ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് കർണനായിരുന്നു. കൗരവന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ് കർണനെ, പ്രത്യേകിച്ച് ദുര്യോധനന്. എൻ്റെ ഉണ്ണികൾക്ക് ഏറ്റവും പ്രധാനനായിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള കർണൻ മരിച്ചു കിടക്കുന്നു. ഇതൊക്കെ കണ്ണുകൊണ്ടിങ്ങനെ കാണേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കർണൻ കവചകുണ്ഡലങ്ങളൊക്കെ അറ്റ് വേറെ കിടക്കാണ്. ഖണ്ഡസ്ഥലമതാ പിന്നെയും മിന്നുന്നു. വില്ലാളികൾ മുമ്പനായവൻ തന്നുടെ വില്ലിതാ വേറെ കിടക്കുന്നതീശ്വര. പിന്നെ കർണൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർണൻ വില്ലാളികളിൽ മുമ്പനാണ്. കർണൻ്റെ കവചകുണ്ഡലങ്ങൾ ദാനം ചോദിച്ചു വന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രൻ വേഷം മാറി വന്നു അർജുനനെ രക്ഷിക്കാൻ വേണ്ടി. കവചകുണ്ഡലങ്ങൾ കർണൻ്റെ പക്കലുള്ളപ്പോൾ കർണൻ പരാജയപ്പെടില്ല. അതിന് ദാനശീലനായിട്ടുള്ള കർണൻ്റെ ദാനശീലത്തെ മുതലെടുത്തുകൊണ്ട് കവചകുണ്ഡലങ്ങൾ ദാനമായി ചോദിച്ചു ഇന്ദ്രൻ. അപ്പോൾ വേഷം മാറി വന്ന ഇന്ദ്രനെ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ കർണൻ കൊടുത്തു. അങ്ങനെ കവചകുണ്ഡലങ്ങളൊക്കെ അറ്റുകിടക്കുകയാണ്. വില്ലാളികളിൽ മുമ്പനായിട്ടുള്ള കർണൻ അങ്ങനെ മരിച്ചു കിടക്കുന്നു. കണ്ടാൽ മനോഹരനാം അവൻ തന്നുടൽ കണ്ടാലും അമ്പോടു നായും നരികളും ചെന്നു കടിച്ചു വലിക്കുന്നതിങ്ങനെ വന്നതിനെന്തൊരു കാരണം ദൈവമേ. അത്രയും മനോഹരമായിട്ടുള്ള ഉടലോട് കൂടിയിട്ടുള്ള കർണൻ്റെ ശരീരം നായും നരികളും ഒക്കെ ചെന്ന് കടിച്ചു വലിക്കുകയാണ്. എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ദൈവമേ എന്ന് ഗാന്ധാരി വിലപിക്കുന്നു. പൂരിച്ച ഗേതാൽ കരം മടിയിൽ ചേർത്തു ഭൂരിസ്രവാവിൻ പ്രണയിനി കേഴുന്നോൾ. ഭൂരിസ്രവാവിൻ്റെ പ്രണയിനി കരയുന്നുണ്ട്. ഉന്മൂലനാശനകാരണനാകിയ ദുർമതി വീരൻ ശകുനിയുടെ ഉടൽ പക്ഷികൾ തങ്ങൾക്കു ഭക്ഷണമാക്കിനാൻ പക്ഷമായുള്ളതു കണ്ടീലയോ ഹരേ. ഈ ഉന്മൂലനാശനത്തിനും കാരണമായിട്ടുള്ള ആരാ? ശകുനി പക വീട്ടിയതാണ്. പണ്ട് ഭീഷ്മരും പാണ്ഡവും കൂടി ശകുനിയുടെ രാജ്യത്ത്, ശകുനിയുടെ അച്ഛനും സഹോദരങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന, അവർ ഭരിച്ചിരുന്ന രാജ്യത്ത് കയറി ചെന്ന് ശകുനിയെയും സഹോദരങ്ങളെയും അച്ഛനെയും ഒക്കെ ബന്ധനത്തിലാക്കി ജയിലിലടച്ചു. എന്നിട്ടാണ് പാണ്ഡുവും
ഭീഷ്മരും കൂടി ആ രാജ്യം ഏൽക്കുന്നത്. ശകുനിയുടെ പെങ്ങളാണ് ഗാന്ധാരി കേട്ടോ. അപ്പോൾ ജയിലിൽ കിടക്കുന്ന ശകുനിയുടെ സഹോദരങ്ങൾ, അച്ഛൻ, ഇവർക്കൊന്നും മതിയായിട്ടുള്ള ആഹാരമൊന്നും കൊടുക്കില്ല. ഒരു പിടി മലര് മാത്രമാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. ഓരോ ദിവസം ഓരോരുത്തരായിട്ട് മരിച്ചു വീണു. ശരിക്കും പറഞ്ഞാൽ ശകുനിയൊന്നും ആരോടും ദ്രോഹം ചെയ്യാതെ ശകുനിയോട് ഇവർ ദ്രോഹം ചെയ്തതാ. ആരാ? പാണ്ഡവരുടെ പിതാമഹനായ പാണ്ഡുവും കൗരവരുടെ പിതാമഹനായ ഭീഷ്മരും. അങ്ങനെ ഓരോ ദിവസം ശകുനിയുടെ ഓരോ സഹോദരങ്ങളായിട്ട് മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ മറ്റ് സഹോദരങ്ങളോടൊക്കെ പറഞ്ഞു, ഈ വരുന്ന ഒരു പിടി മലരുണ്ടല്ലോ, അത് നമുക്കെല്ലാവർക്കും കൂടി കഴിക്കാൻ തികയില്ല, അത് ശകുനിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. കാരണം കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളത് ശകുനിക്കാണ്. അപ്പോൾ ഏറ്റവും കുബുദ്ധിയുള്ള, ഏറ്റവും ബുദ്ധിമാനായിട്ട് അച്ഛൻ സമ്മതിച്ചിട്ടുള്ള ശകുനിക്ക് മാത്രം കൊടുത്താൽ മതി, ഇത് ശകുനി കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും പട്ടിണിയിൽ മരിച്ചു വീഴുന്നത് കണ്ടുകൊള്ളാൻ അച്ഛൻ സുബലൻ ശകുനിയോട് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുകയാണ്. അപ്പോഴൊക്കെ ഈ പാണ്ഡുവിനോടും ഭീഷ്മരോടുമുള്ള പക ശകുനിയുടെ ഉള്ളിൽ ഉണ്ട്. അച്ഛൻ മരിക്കാറായപ്പോൾ അച്ഛനും പറഞ്ഞു, നീ എൻ്റെ നട്ടെല്ലിൻ്റെ കശേരുക്കൾ എടുത്തിട്ട് പകിട ഉണ്ടാക്കണം. അങ്ങനെ ഈ പകിട വെച്ച് നീ ചതുരംഗം കളിക്കണം, നിനക്കതിനുള്ള അവസരം ഉണ്ടാവും. അങ്ങനെ ചതുരംഗം കളിക്കുമ്പോൾ അതിൽ എൻ്റെ ആത്മാവ് വരും, നിൻ്റെ പക്ഷത്താവും. ഇത്രമാത്രം പറഞ്ഞു. അങ്ങനെ പിന്നീട് ഭീഷ്മരുടെ മകൻ ധൃതരാഷ്ട്രർ, കണ്ണു കാണാത്ത ധൃതരാഷ്ട്രർ ഗാന്ധാരിയെ, ശകുനിയുടെ ഒരു പെങ്ങൾ ഗാന്ധാരിയെ വിവാഹം കഴിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതിലെല്ലാം ശകുനി മനം നൊന്തു. ഒരിക്കലും തൻ്റെ പക വിട്ടുപോകാതിരിക്കാൻ വേണ്ടി തൻ്റെ പെരുവിരൽ മുറിച്ച് കളയുകയാണ് ശകുനി ചെയ്യുന്നത്. കാരണം ഓരോ തവണ ഒത്തി നടക്കുമ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗാന്ധാരിക്ക് 101 മക്കളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 101 മക്കളിൽ ദുര്യോധനനെയും ഒക്കെ കൂട്ടുപിടിച്ച് ഈ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണല്ലോ പാണ്ഡവരും കൗരവരും, അവരെ തമ്മിൽ തെറ്റിക്കും. അത് ശകുനിയുടെ തന്ത്രങ്ങളാണ്. അങ്ങനെ ഈ പക ശകുനി വീട്ടുകയാണ് ചെയ്യുന്നത്. ഭീഷ്മരും പാണ്ഡുവും കണ്ട് അവരുടെ മനസ്സ് കലങ്ങി എങ്ങനെയാണോ ശകുനിക്കുണ്ടായ ദുഃഖം അത് അനുഭവിക്കട്ടെ എന്നുള്ള ആ ഒരു പക. അപ്പം അതുകൊണ്ടാണ് ഉന്മൂലനാശനകാരണനാകിയ ദുർമതി വീരൻ ശകുനിയുടെ ഉടൽ പക്ഷികൾ, ശകുനി മരിച്ചു, ആ യുദ്ധഭൂമിയിൽ ശകുനിയും കിടപ്പുണ്ട്, ആ ശകുനിയുടെ ഉടൽ പക്ഷികൾ ഭക്ഷണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദുര്യോധനനെ കാണുകയാണ്. ഉണ്ണീ മകനെ ദുര്യോധനാതവ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഉംബർകോനൊത്തൊരു വമ്പും പ്രതാപവും ഗംഭീരമായൊരു ഭാവവും ഭംഗിയും ഇട്ടും കളഞ്ഞുടൻ എന്നെയും എത്രയും ഇഷ്ടമായിടും പിതാവിനെ തന്നെയും പെട്ടെന്നുപേക്ഷിച്ചു പോയിക്കൊണ്ടതെങ്ങു നീ. അപ്പോൾ ദുര്യോധനൻ്റെ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഒക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അത്രയും വമ്പനും പ്രതാപശാലിയൊക്കെ ആയിട്ടുള്ള ഭാവവും ഭംഗിയുമൊക്കെയുള്ള ദുര്യോധനൻ എന്നെയും അച്ഛനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എവിടെയാണ് പോയത് ദുര്യോധന എന്നൊക്കെ ചോദിച്ചിട്ട് ദുര്യോധനൻ്റെ ജഡം നോക്കി ഗാന്ധാരി കരയുകയാണ്. പൊട്ടുന്നിതെന്മനം കണ്ടിതെല്ലാമഹോ, എൻ്റെ മനസ്സ് പൊട്ടുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. പിന്നെയുള്ള വരികൾ ശ്രദ്ധിച്ചേ. പട്ടുകിടക്കമേലെ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായതോ ചോരയിൽ. ദുര്യോധനൻ്റെ ജഡം നോക്കി ഗാന്ധാരി പറയുകയാണ്, പട്ട് കിടക്കയിൽ കിടക്കേണ്ട നീ ചോരയിൽ പട്ടിങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല. പുഷ്ടകോപത്തോടു മാരുതി തച്ചുടൻ പൊട്ടിച്ചു കാലുമൊടിച്ചുകൊണ്ടിങ്ങനെ. ഭീമൻ അടിച്ചു പൊട്ടിച്ചതാണ് ദുര്യോധനൻ്റെ കാല്. കണ്ടുകൂടാ എനിക്കെന്നു ഗാന്ധാരിയും മണ്ടിനാൾ വീണാൾ ഉരുണ്ടാൾ തെരുതരെ. ഇതൊന്നും കാണാൻ എനിക്ക് വയ്യേ എന്നും പറഞ്ഞിട്ട് ഗാന്ധാരി നിലവിളിച്ചുകൊണ്ട് ആ യുദ്ധഭൂമിയിൽ വീണ് ഉരുളുകയാണ്.